ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സായ്കുട്ടിക്ക് മലപ്പുറം ജില്ലക്ക് മഴ അവധി കിട്ടിയ ദിവസമാണ്. എന്താ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്? അപ്പോൾ ഇന്ന് ഞങ്ങൾ വളാഞ്ചേരിക്ക് പോകാൻ പോവാണ് കേട്ടോ. എൻ്റെ പല്ലിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്താനായി, പല്ല് മുറുകി കിട്ടുന്ന അവസാന ഘട്ടങ്ങളിൽ എത്താനായി. ഏകദേശം 2 വർഷത്തോളം ആവാൻ പോകുന്നുണ്ട് ഞാൻ ഈ പല്ല് കെട്ടിയിട്ട്. ഞാനിനി പോണ വഴിക്കുന്ന് നിങ്ങൾക്ക് ഈ പല്ല് കെട്ടുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ എൻ്റെ ഡ്രസ്സ് കണ്ടേ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത നല്ലൊരു അടിപൊളി ഡ്രസ്സ്, അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രസ്സാണ്. ഞാൻ അത് ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പോയി എൻ്റെ കൂടെ ഓട്ടോ വന്ന് നിൽക്കാൻ കിട്ടി. കുറേ നേരമായി. ഇത് ഷൈജാത്തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഞാൻ ഷൈജാത്ത കഴിഞ്ഞ പ്രാവശ്യം വിരുന്ന് വന്നപ്പോൾ എനിക്കിത് വേണം പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഞാൻ ഈ ബാഗ് എനിക്ക് വേണം പറഞ്ഞ് വാങ്ങിച്ചതല്ല, ഞാൻ അവളെ ബാഗ് കണ്ട് കൊതികൂട്ടിനെ കണ്ടപ്പോൾ അവൾ എനിക്ക് തന്നതാണ്. നമ്മളെ കൂട്ടുകാരെ പലരും ചോദിക്കാറുണ്ട്, എൻ്റെ പല്ല് കെട്ടിയിട്ട് എത്ര ദിവസമായി, എത്ര രൂപയായി, ഇങ്ങനെ എനിക്കെത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ പല്ല് കെട്ടിയിട്ട് ഏകദേശം 2 വർഷമാവാൻ പോകണം. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ ആണ് കെട്ടിയിട്ടൊക്കെ, കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏകദേശം 2 വർഷമാവാൻ പോകണു. എനിക്ക് 40 വയസ്സാണ്. 40 വയസ്സിൽ നമുക്ക് പല്ല് കെട്ടാം. പക്ഷേ പല്ല് കെട്ടുന്നതിന് മുമ്പ് നമ്മളെ മോണക്ക് ആരോഗ്യമുണ്ടോ എന്നുള്ളത് നോക്കും, നമ്മളെ പല്ലിന് ആരോഗ്യമുണ്ടോ എന്ന് നോക്കും. നമ്മളെ മോണക്കൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിലുള്ളൂ പല്ല് കെട്ടിത്തരാം. അല്ലാന്നുണ്ടെങ്കിൽ മോണക്ക് ആരോഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ 40 വയസ്സ് ഒരു പ്രശ്നം തന്നെയാണ് പല്ല് കെട്ടുന്നതിൽ. മോണക്ക് സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ല് കെട്ടിത്തരൂ കേട്ടോ. പിന്നെ ഞാൻ പല്ല് കെട്ടിയിരിക്കുന്നത് 45,000 രൂപൻ്റെ ബ്രേസസ് ഇട്ടിട്ടാണ്. ഇത്രയും രൂപൻ്റെ ബ്രേസസ് ഒരിക്കലും ആരും ഇടണ്ട, ഞാൻ തന്നെ പെട്ടുപോയതാണ് കേട്ടോ. എനിക്ക് 45,000 രൂപൻ്റെ ബ്രേസസ് ഇട്ടതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇന്നുമോളെ പല്ല് കെട്ടിയ സമയത്ത് ഇന്നുമോള് 15,000 രൂപൻ്റെ ബ്രേസസാണ് ഇട്ടിരുന്നത്. ഇന്നുമോളെ പല്ലൊക്കെ അടിപൊളിയായിട്ട് 9 മാസം കൊണ്ട് ശരിയായി. അല്ല, പിന്നെ അവൾ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് അവൾക്ക് 15 വയസ്സുണ്ടായിരുന്ന സമയത്താണ് പല്ല് കെട്ടിയത്. അപ്പോൾ വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ പല്ല് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപൻ്റെ പല്ല് അത് മതി. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പൈസ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ പല്ല് കെട്ടിയതിൻ്റെ വിശേഷങ്ങൾ. നമ്മളങ്ങനെ പല്ലൊക്കെ കെട്ടി തിരിച്ചു പോവുകയാണ്. ഇത് ഞങ്ങൾ പണ്ട് വളാഞ്ചേരിക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഈ വഴി കാണുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു വിങ്ങലാണ് കേട്ടോ. അങ്ങനെ ഇനി ഒരു 2-3 മാസം കൂടി എൻ്റെ പല്ല് കെട്ടാനുണ്ടാകും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പല്ല് അഴിക്കും. പിന്നെ വളാഞ്ചേരി വരില്ല, എൻ്റെ ബന്ധം അതോടെ അവസാനിക്കും. അങ്ങനെ ഗൈസ്, നമ്മൾ ട്യൂഷൻ ഉണ്ട്. സായ്കുട്ടിക്ക് ട്യൂഷൻ തുടങ്ങാനായിക്കണം. അതിൻ്റെ വെപ്രാളാണോ എനിക്ക്? ഇനി എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പ്രവൃത്തി ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് മാറ്റാനുള്ളത് ഒരു ചേഞ്ച് ആണ്. തീ കത്തിച്ചിട്ട് വെള്ളം ചൂടാവാന്നുള്ളത് ചേഞ്ച് ആണ്. ഞാൻ 2 ദിവസം വീട്ടിലേക്ക് വിളിച്ച സമയത്തേ നിബിലൂട്ടി നല്ല മാങ്ങ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു നല്ല മധുരമുള്ള മാങ്ങയാണ്, എല്ലാവരും വാങ്ങിച്ച് കഴിക്കൂ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കൊതി വെച്ചതാണ്. അപ്പോൾ ഞാനും കുറച്ച് മാങ്ങകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കട്ടെ കേട്ടോ. നമുക്ക് എന്തായാലും ഒരു 3 മാങ്ങ ഇങ്ങോട്ട് മുറിച്ചെടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം കഴിച്ചിട്ട്. ഞാൻ എന്തായാലും സായ്കുട്ടി ട്യൂഷൻ എടുക്കണ നേരം കൊണ്ടേ ഞാനൊന്ന് മേലെഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റായി കേട്ടോ. സായ്കുട്ടിക്ക് ഇപ്പോൾ ട്യൂഷനുള്ള കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ആദ്യമൊക്കെ അവനിങ്ങനെ പഠിക്കുന്നുണ്ടോ, അവന് കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾക്ക് ഈ ബിസി ആയിട്ടുള്ള ഈ ഉമ്മമാരൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അങ്ങനത്തെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കാനെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബിസിൻ്റെ ടെൻഷനും കൂടിയും അവരെ മേത്തേക്ക് നമ്മൾ പ്രഷർ ചെയ്യും. എന്നിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല അടിയും കൊടുക്കും. നമ്മൾ അടിക്കുമ്പോൾ പിന്നെ കുട്ടികൾക്കൊട്ട് പഠിയില്ല. അതൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ ഇന്നുമോളെ പഠിപ്പിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനത്തെ ഓരോ പ്രഷറായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ യാതൊരു ടെൻഷനും ഇല്ല. കാരണം സായ്കുട്ടി പഠിക്കുന്നത് അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിലാണ്. അവനെ നോക്കാൻ വേണ്ടി മാത്രം അവനക്കൊരു ടീച്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ടീച്ചർ അവൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഹോംവർക്ക്, അവൻ്റെ അസൈൻമെൻറ്റ്, അവൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ ടീച്ചർ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി നോക്കിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രഷറും ഉണ്ടാവില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സായ്കുട്ടി പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിൻ്റെ അസൈൻമെൻറ്റ്, ഹോംവർക്ക്, നോട്ട് ഇതൊക്കെ പാടെ നോക്കി ഉണ്ടാക്കാൻ നമ്മൾ ഒരു ബിസി ആയ ആൾക്കാർക്ക് പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിലൊരു ട്യൂഷന് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ.
ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിൻ്റെ രീതിയിൽ അവർ പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ലാതെ അതിൻ്റെ പുറമെ ഒരു മെൻറ്ററും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മെൻറ്റർ നമ്മൾ പാരൻസിനെ വിളിച്ചിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യവും അവർ ഇങ്ങനെ ഇടയ്ക്ക് എൻക്വയറി ചെയ്യും. പിന്നെ ടീച്ചേഴ്സൊക്കെ പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് നോക്കും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ കുട്ടിക്ക് ട്യൂഷൻ കൊടുത്തിട്ടേ ഇങ്ങനെ ഓൺലൈൻ ട്യൂഷൻ കൊടുത്തിട്ട് അവർ പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കുന്നില്ല, അപ്പോൾ ഇങ്ങനെ കൊടുത്ത പൈസ വെറുതെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. ഇവർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു കുട്ടീൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല അവർക്ക് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പാരൻസ് പഠിപ്പിക്കുന്ന പോലെ നല്ല അടിച്ചിട്ട് കുത്തിയിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കും അത് വേഗത്തിൽ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ സായിക്കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കര നല്ല റിസൾട്ടും ഉണ്ട് സായിക്കുട്ടിക്ക്. കഴിഞ്ഞ വർഷം ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൽ പഠിച്ച 90% കുട്ടികൾക്കും 80%-ലധികം മാർക്ക് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഓരോ കുട്ടിയും പാസ്സായിട്ടുള്ളത്. ഇത് അങ്ങനെ ഒരു ചെറിയ കാര്യമൊന്നുമല്ലല്ലോ അല്ലേ. ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്ന പേഴ്സണൽ അറ്റൻഷൻ്റെയും പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെയും പിന്നെ പ്രോപ്പർ ഗൈഡൻസും കൊടുക്കുന്നതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ ഒരു റിസൾട്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാരൻസിനും ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൽ ഇത്ര വിശ്വാസം. നമ്മൾ ഓരോ കുട്ടികളും വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കണം അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൽ ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പർ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവരെ വാട്സപ്പ് പേജിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ എടുക്കുക കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് എൻക്വയറി ചെയ്ത് നോക്കി നോക്കൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയാവുമല്ലോ. തീർച്ചയായിട്ടും ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൽ നിങ്ങൾ കുട്ടിക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പോലെ ഫ്രീ ആയിട്ടിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം നേരമായിട്ടുണ്ടെങ്കിൽ തലക്ക് ഭ്രാന്തും പിടിച്ച് നിൽക്കാം അങ്ങനെയൊക്കെ. അപ്പോൾ മറക്കണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കി നോക്കൂ. സായിക്കുട്ടിൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൾ മാങ്ങ മുറിച്ചത് അവിടെ ഓൻ്റെ കൺട്രോൾ പോയിരിക്കുന്നു. എങ്ങനെയുണ്ട്? അയാൾ നമ്മളെ കുറച്ച് പറ്റിച്ചു അല്ലേ. അയാൾ എല്ലാം മധുരം ഉണ്ടാവും പറഞ്ഞിട്ട് പച്ച മാങ്ങൊക്കെ തന്നു, പറ്റിച്ചു അയാളിനെ. എടാ എൻ്റെ ആ ബൾബ് കാണിച്ചു നോക്കട്ടെ. ഈ ഒരു ബൾബ് കണ്ടോ? ഈ ഒരു ബൾബ് സായിക്കുട്ടിക്ക് അവൻ്റെ സ്കൂളിൽ KSEBിൻ്റെ ആൾക്കാർ വന്നിട്ട് ക്വിസ് നടത്തിയപ്പോൾ സമ്മാനം കിട്ടിയ ബൾബാണ് കേട്ടത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഒരു ഹോൾഡർ പോലും ഫ്രീ ആയിട്ടിരിക്കുന്നില്ല. ഈ ഒരു ബൾബ് ഇടാൻ വേണ്ടിയിട്ട് ഒറ്റ ഹോൾഡറും ഫ്രീ അല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹാളിൽ തന്നെ ഇരിക്കുന്നത് 5 ബൾബാണ്. പിന്നെ അടുക്കളയിൽ 2 ബൾബ്, കിച്ചൺ അടുക്കളയിൽ 2 ബൾബ്, റൂമുകളിലും 2 ബൾബുണ്ട്, ബാത്റൂമിലും ബൾബുണ്ട്, വർക്ക് ഏരിയയിൽ ബൾബുണ്ട്, എല്ലായിടത്തും ബൾബുണ്ട്. അതുകൊണ്ട് ഈ ബൾബ് ഒരു ഓർമ്മക്കായിട്ട് ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ ഈ ബൾബ് ഒരു ഓർമ്മക്കായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ മാങ്ങൊക്കെ ഒന്ന് ഫിനിഷ് ആക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കൂട്ടുകാർ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇന്നുമോൾ വരാറില്ല എന്ന്. ഇന്നുമോൾ വന്ന വിശേഷം ഞാൻ എന്നാലും ഇവിടെ നിന്ന് ചേർക്കട്ടോ. ഞാൻ ഇന്നുമോൾ വന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല, കോള കണ്ടുകൊണ്ടിരിക്കാനാണ് തോന്നിയത്. അപ്പോൾ മറ്റേ ഓള് മാത്രമല്ലാതെ നിബിലുട്ടിയും ജാസ്മിനുട്ടിയും നിജീത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഞാനിവിടെ വെക്കാം. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്നിട്ട് കണ്ടിട്ട് വരും കേട്ടോ. അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ വിശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സൂമിൽ പറഞ്ഞിട്ടോ. ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ചില പ്രേക്ഷകർ പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും ഹൃദ്യമായ സ്വാഗതം വേണ്ടി ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോറടിപ്പിക്കേണ്ട ജാസ്റ്റി. ഞങ്ങൾ 2 പേരും മാത്രമല്ല കേട്ടോ, ഒന്ന് ശരീരത്ത് ഒഴികെ ബാക്കി ഞങ്ങൾ 4 പേരുണ്ട്. ഇന്നുമോൾ വന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ ഇന്നുമോളും കൂടെ കറങ്ങാൻ പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇവർ 2 പേര് പട്ടാമിന്, നിബിലുട്ടിയും ജാസ്മിനുട്ടിയും പട്ടാമിന് വന്നു, ഞാൻ ഇവിടുന്ന് വന്നു. അങ്ങനെ ബാക്കി 2 പേരും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ സുഖം നല്ല പഠിച്ചല്ലേ. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ വെളിച്ചം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഞങ്ങളുടെ വീട് സുഖം ചെയ്യാം. അങ്ങനെ ഞങ്ങളെല്ലാവരും പെരിന്തൽമണ്ണ വെച്ച് കണ്ടുമുട്ടി. അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും കേട്ടോ. വീട്ടിൽ ഞാൻ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെക്കാതെയാണ് പുറത്തേക്ക് പോയിരുന്നത്. പക്ഷേ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് പുട്ടും ബീഫും കട്ടൻ ചായയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിക്കണേ, കട്ടൻ ചായ സെറ്റാക്കിക്കണേ. നല്ല നാടൻ ബീഫ് കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി ബീഫ് കറി.
നമ്മളെ ഇന്നുമോള് കൊച്ചിയിൽ വന്നിട്ട് 2 ദിവസമായി കേട്ടോ. ഈ ദിവസം വരെ ഞാൻ അവളെ വീടിൽ പുറലോകം കാണിച്ചിട്ടില്ല. എങ്ങനെ കാട്ടാനാ, ഇവിടെ വന്ന് ഇങ്ങനെ ഉറങ്ങന്നെ. നമ്മളെ പുട്ടും ഗൈസ്, പുട്ടും ബീഫും ഗൈസ്, പുട്ടും ബീഫ് എങ്ങനെയുണ്ട്? ഒരു പസർമ ഒരു അല്ല മോനക്ക് ഇഷ്ടല്ലേ? അനക്ക് ഫാനിന്റെ സ്പീഡ് ഞാൻ കൂട്ടി തരുന്നുണ്ട് അല്ല. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ ബീഫ്? വലിയ രസം ഉണ്ടാവില്ല, എന്നാലും സാരല്ല. ആണോ ശരിക്കും? ചീഫ് കുക്ക് നമ്മളെ ബീഫ് കറിനെ കുറിച്ച് 2 വാക്ക് പറയുന്നതാണ്. നല്ലൊരു ഫ്ലേവറിലൊരു ബീഫായിരുന്നു. ഞങ്ങളെ വീട്ടിലത്തെ ചീഫ് കുക്കിന്റെ കമന്റാണ് ഗായ്സ്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാൻ നേരമില്ല, ഞാൻ പോയി പുട്ടടിക്കട്ടെ. കാരണം എല്ലാരും ചോദിക്കും വണ്ടി എടുത്തില്ല, ഇതെല്ലാരും ചോദിക്കും. അങ്ങനെ പുട്ടും പഴവും അല്ല, പുട്ടും ബീഫ് കറി എല്ലാരും കഴിച്ച് പുട്ടും ബീഫും കഴിച്ച് എല്ലാരും യാത്ര പോവുകയാണ് ഗായ്സ്. ഓർഫൻസ് ഒന്ന് കാട്ടായിരുന്നാ മതി അതില്ലേ. ടാറ്റാ ടാറ്റാ ഇന്നുമോളെ ടാറ്റാ. അത് അന്നമോ ടാറ്റാ. അയ്യോ മറന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ഈ പാൻറ്റോ ടീഷർട്ടൊന്നും മറന്നിച്ച് പോയിക്കൂടെ മുത്തേ. ഈ ഒരു ഗെറ്റ് ടുഗദറിൽ നമുക്ക് ഷൈദാത്താനെ മാത്രം മിസ് ചെയ്തു കേട്ടോ. പക്ഷെ നമ്മൾ ഷൈദാത്തന്നെ പറയും എല്ലാവർക്കും എപ്പോഴാണോ സൗകര്യം കൂടാൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടെ എല്ലാവരും കൂടി കൂട്ടി യോജിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് പറയും. അതുപോലെ ഇപ്പം ഞങ്ങൾ കൂട്ടി യോജിച്ച ആൾക്കാരെല്ലാവരും പാടെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തി എല്ലാവരും പിരിഞ്ഞു പോയി. പിന്നെ അന്ന് വൈകുന്നേരം അർജൻറ്റീനൻ്റെയും ഈജിപ്തിൻ്റെയും ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ 3 പേരും കണ്ടു. ഞാനൊരു ഫുട്ബോൾ ലവറൊന്നും അല്ല കേട്ടോ, എനിക്ക് ക്രിക്കറ്റിനോടാണ് കുറേയും കൂടി ഇഷ്ടം. പക്ഷേ സായിക്കുട്ടി അർജൻറ്റീനൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഒരു നല്ല ആവേശത്തോട് കൂടിയിട്ട് കളി കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈജിപ്റ്റ് ഇങ്ങനെ ജയിച്ച് നിൽക്കുമ്പോൾ ആളാകെ സങ്കടത്തിലായിരുന്നു കേട്ടോ. അന്ന് അർജൻറ്റീന തോറ്റിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകില്ലായിരുന്നു. വീട്ടിൽ പോയിക്കോ, ഈജിപ്റ്റ് ജയിക്കൂന്ന് പറഞ്ഞാലും വീട്ടിൽ പോയിക്കോ. ഈജിപ്റ്റ് ജയിക്കൂല, ജയിക്കുന്ന് പറഞ്ഞാലും വീട്ടിൽ പോയിക്കോ. പേര പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഇന്നുമോൾ കൊച്ചിക്കും തിരിച്ചു പോയി കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ഒറ്റപ്പെടാൻ പോവുകയാണ്. ഇപ്രാവശ്യം ഇന്നുമോൾ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങറുണ്ടായിരുന്നു എനിക്ക്. കാരണം ആൾ 3 ദിവസം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ആൾ ഒറ്റ ദിവസത്തിന് വന്നു പോകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്നെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. പക്ഷേ ഇത് എഫക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഇതിനെ ഓവർകം ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെയൊക്കെ നമുക്കിനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.